ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ദശപുഷ്പങ്ങളെ പറ്റിയാണ്. കർക്കിടക മാസത്തിലെ ഏറെ പ്രാധാന്യമുള്ളതാണ് ദശപുഷ്പങ്ങൾ. നമ്മൾ ശ്രീപാർവതിക്ക് വയ്ക്കുക അല്ലെങ്കിൽ ശ്രീഭൂതി വയ്ക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദശപുഷ്പങ്ങൾ എന്നാണ് പേരെങ്കിലും ഇതധികം ഇലകളാണ്. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെയുള്ള ഇലകളിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് മുക്കുറ്റിയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മുക്കുറ്റി ഒരുപാട് ഔഷധ ഗുണം കൂടിയുള്ള ഒരു ചെടിയാണ്. മാത്രമല്ല നമ്മൾ ഓണത്തിനൊക്കെ പൂക്കളം ഒരുക്കുമ്പോൾ ഏറ്റവും നടുവിൽ വെക്കുന്നത് മുക്കുറ്റിയാണ്. എളിമയുടെ അല്ലെങ്കിൽ വിനയത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ പൂക്കളത്തിലൊക്കെ നടുവിൽ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത് ധാരാളമുണ്ട് മുക്കുറ്റി. അപ്പോൾ ഈ ശ്രീഭൂതി വെക്കാനുള്ള ദശപുഷ്പങ്ങളിൽ ഒരു 7 എണ്ണമൊക്കെ എപ്പോഴും നമുക്ക് ഈ ചുറ്റുവട്ടത്ത് നിന്ന് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ മുക്കുറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് തിരയാം. പാടത്തേക്കുള്ള വഴിയാണിത്. നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത് കറുകയാണ്. കറുക ഒരു പുല്ല് വർഗ്ഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ്. പുല്ലാണെങ്കിൽ പോലും ഒരുപാട് പ്രാധാന്യമുണ്ട്. പല പൂജാകർമ്മങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഗണപതി ഹോമം പോലത്തെ പൂജയ്ക്കൊക്കെ. അപ്പോൾ കറുകയും നമുക്ക് അടുത്തുനിന്ന് തന്നെ നല്ലോണം കിട്ടുന്നുണ്ട്. കറുക പോലത്തെ പുല്ലുകളൊക്കെ നമ്മൾ മുയലുകൾക്കും ഒക്കെ കഴിക്കാനും കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാടത്തെത്തി. ഇനി ഇവിടെ നമുക്ക് ഇപ്പോൾ വരമ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുറേ പുല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി കഞ്ഞുണ്ണിയാണ് നമ്മൾ പറിക്കുന്നത്. കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യൂന്നി എന്ന് പറയുന്നത്. എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കയ്യൂന്നി. കുറച്ച് തണുപ്പ് പ്രകൃതമാണിത്. ചിലർക്കൊന്നും പറ്റില്ല. പക്ഷെ മുടി നന്നായി കറുത്ത് വരാനും വളർന്നു വരാനും കയ്യൂന്നി വളരെ നല്ലൊരു മരുന്നാണ്. അപ്പോൾ ദശപുഷ്പത്തിലെ മൂന്നാമത്തായിട്ട് നമ്മളിവിടുന്ന് കയ്യൂന്നിയാണ് പറിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണത്. ഒരു വെളുത്ത കമ്മൽ പോലത്തെ പൂവുണ്ടാവും കയ്യൂന്നിയിൽ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നാലാമത്തത് പൂവാങ്കുരുന്നിലയാണ്. പൂവാങ്കുരുന്നിലയും അതുപോലെ ഒരു ചെറിയ വയലറ്റ് പൂവുള്ളൊരു ചെടിയാണ്. ഇലകൾ കുറച്ചൊരു വട്ട ഷേപ്പായിരിക്കും. ഈ പൂവാങ്കുരുന്നിലയുടെ നീരാണ് പണ്ട് കൺമഷിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ആ നീരിൽ തുണി മുക്കി വെച്ച് അത് കരിച്ച് കിട്ടുന്ന കരി, അങ്ങനെയായിരുന്നു പണ്ട് കൺമഷി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പൂവാങ്കുരുന്നില ഇവിടെ നിന്ന് 2-3 എണ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ പൂവ് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഒരു പൂവുള്ള ഒരു ചെടി നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാ ഒരു വയലറ്റ് ചെറിയ പൂവുള്ള ഒരു ചെടിയാണിത്, പൂവാങ്കുരുന്നില. അപ്പോൾ അതും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നിലപ്പനയാണ് ശേഖരിക്കുന്നത്. നിലപ്പന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീണ്ട ഓല പോലെ ഉണ്ടാവുന്ന ചെറിയ നിലം പറ്റി വളരുന്ന ഒരു ചെടിയാണ്. ഇത് കൂട്ടമായിട്ടാണ് ഉണ്ടാവാറ് സാധാരണ. ഒരു ഇലയുടെ അറ്റത്തുനിന്ന് വേറൊരു ചെടി പോലെ മുളച്ച് വരും. അങ്ങനെ പടർന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ നിലപ്പനയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ചെറുളയാണ്. ചെറുള നമ്മൾ ബലികർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചെടിയാണ്. ഇടയ്ക്കിടയ്ക്കായിട്ടൊരു വെള്ള മുട്ട് പോലത്തെ പൂവ് തണ്ടിലടക്കം ഉണ്ടാവും. ചെറുളയും കിട്ടി. ഇത് മോക്ഷമി അല്ലെങ്കിൽ മുയൽച്ചെവി എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വരമ്പിലേക്ക് പണി എടുത്തതുകൊണ്ട് അതൊക്കെ വാടിപ്പോയായിരുന്നു. ഇനി കാണിക്കാൻ പോകുന്ന 3 എണ്ണം കൃഷ്ണകാന്തി, തിരുതാളി, ഉഴിഞ്ഞ. ഇത് 3ഉം എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളതല്ല. ഇതെല്ലാം എൻ്റെ ചേച്ചിയുടെ മോള് എടുത്ത് അയച്ചു തന്നതാണ്, അമലു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഇതാണ് കൃഷ്ണക്രാന്തി അല്ലെങ്കിൽ വിഷ്ണുക്രാന്തി എന്ന് പറയുന്നത്. നിലം പറ്റി വളരുന്ന ഒരു ചെടിയാണ്. ഇത് തിരുതാളി. തിരുതാളി നല്ല ഹാർഡ് ഷേപ്പുള്ള ഒരു ഇലയാണ്, വള്ളിയാണ്. അത് വള്ളി പോലെ പടർന്നു വരും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അത്ര കണ്ടിട്ടില്ല അത്, പക്ഷേ എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തിരുതാളി. അതും കുറച്ച് കളക്ട് ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ട് അവൾ. നീണ്ട് പോകുന്നൊരു വള്ളിയാണിത്. അവസാനത്തത് ഉഴിഞ്ഞയാണ്. ഉഴിഞ്ഞ ഒരു തക്കാളിയുടെ ഇല പോലെയൊക്കെ ഉണ്ടാവുന്ന ഇലയായിരിക്കും. അതിലതുപോലെ ചെറിയ മഞ്ഞ പോലത്തെ പൂവുണ്ടാവും. ഇതും ഒരു കുറച്ച് വള്ളി വീശി പോകുന്ന ഒരു തരം ചെടിയാണ് ഉഴിഞ്ഞി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ദശപുഷ്പങ്ങൾ. മുക്കുറ്റി, കറുക, കഞ്ഞുണ്ണി, പൂവാങ്കുരുന്നില, നിലപ്പന, ചെറുള, മോക്ഷമി അല്ലെങ്കിൽ മുയൽച്ചെവിയൻ, കൃഷ്ണക്രാന്തി, തിരുതാളി, ഉഴിഞ്ഞ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദശപുഷ്പങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്നും കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.